ഈ വിവാദ നായകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണ്. അദ്ദേഹം എല്ലാ മകരവിളക്കിനും അവിടെ ഉണ്ടാകുന്ന വ്യക്തിയാണ്. ഞങ്ങൾ ഒരുമിച്ച് തൊഴാനൊക്കെ അവിടെ നിൽക്കുമ്പോഴുള്ള പരിചയമാണ്. അപ്പോ അതിനുശേഷം ഒരു ദിവസം അദ്ദേഹം ബാംഗ്ലൂരിൽ ഇങ്ങനെ വിളിച്ചു. ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണം രണ്ടാമത് ചെയ്ത സ്വർണ്ണ നടയും സ്വർണ്ണ മറ്റേ സൈഡിലുള്ള ദ്വാരപാലക ശില്പങ്ങളും അതിൻ്റെ ഇതെല്ലാം സ്വർണം പൂശി റെഡിയാക്കി പാക്ക് ചെയ്ത് ശബരിമലയ്ക്ക് പോകുന്നു. ഒന്ന് വന്നാൽ ഒന്ന് തൊട്ട് തൊഴാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ തീർച്ചയായിട്ടും വരാം എന്ന് പറയുന്നു. മദ്രാസിൽ പോകുന്നു. വീരമണി രാജുവും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ വീടിനടുത്താണ്. അദ്ദേഹം പാട്ടൊക്കെ പാടി. ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചതാ. എന്നിട്ട് ഒരു പൂജയൊക്കെ ചെയ്തു. അതിലും ഞാൻ ഉണ്ടായിരുന്നു. ശരണം വിളിയും എല്ലാം കൂടി അത് അവിടെ നിന്ന് ഇത് ചെയ്തപ്പോൾ ഒരു അത്യാഗ്രഹത്തിന് ഞാൻ ചോദിച്ചു, പോകുന്ന വഴിക്കാണ് വീട്, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത് ഒരു സെക്കൻഡ് എന്റെ പൂജാമുറിയുടെ അവിടെ കാണിച്ചിട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. കാരണം അയ്യപ്പൻ വീട്ടിലേക്ക് വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അവര് സമ്മതിക്കുകയും ചെയ്തു. തുടച്ച് ശുദ്ധമാക്കി. അവിടെ നിന്ന് തൊട്ടടുത്തൊരു ശങ്കരമഠമുണ്ട്. അവിടെ നിന്നൊരു 5-6 പേരെ പെട്ടെന്ന് വിളിച്ചു, രുദ്രം ചമകൊക്കെ ജപിക്കാൻ പറഞ്ഞിട്ട്. വേഗം ഞാന് സ്ഥിരമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന മദ്രാസിലുള്ള നമ്മുടെ കുമരൻ ഫീസിന്റെ ഓണർ, പിന്നെ നമ്മുടെ നടൻ ജയം രവിയുടെ ഫാദറിലോ അവരുടെ ഫാമിലി പെട്ടെന്ന് എല്ലാരും വിളിച്ചു വരുത്തി. ഇങ്ങനെ സാധനം പോകുന്നുണ്ട്, വീട്ടിൽ വരുന്നുണ്ട്, ഒന്ന് തൊട്ട് തൊഴാനുള്ളൊരു ഭാഗ്യമുണ്ട്. അങ്ങനെ വീടിന് അടുത്തുള്ളവർ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശരണവിളിയോടുകൂടി ഇവര് കാറിൽ കൊണ്ടുവന്നു. ഒരു സെക്കൻഡ് ഇറക്കി പൂജാമുറിയുടെ അവിടെ വെച്ചു. കർപ്പൂരം കാണിച്ചു, വിളക്ക് കാണിച്ചു, തൊട്ട് തൊഴു. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് രുദ്രമൊക്കെ ജപിച്ചു, ശരണം വിളിച്ചു. നേരെ തിരിച്ച് കാറിൽ കയറ്റി അവർ കൊണ്ടുപോയി. വേണം സംഗതി. ഉണ്ണികൃഷ്ണൻ പോയിട്ട് എന്റെ കയ്യിൽ നിന്ന് അതിന് പൈസ മേടിക്കുകയോ എന്റെ കയ്യിൽ നിന്ന് പണപ്പിരി കൊടുക്കുവാനോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഒരു വിവാദങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. എന്നെ ഒരു അതിനുശേഷം പല പരിപാടിക്ക് വിളിക്കാറുണ്ട് അദ്ദേഹം. എല്ലാത്തിനും. അദ്ദേഹം ഏതോ സമൂഹ വിവാഹം നടത്തുന്നു, മറ്റേ വേറെന്തോ ഓട്ടോറിക്ഷ കൊടുക്കുന്നു, വേറെ എന്തൊക്കെയോ എന്നൊക്കെ വിളിക്കാറുണ്ട്. ലാസ്റ്റ് വിളിച്ചത് മേളം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെ മറ്റേ ബാംഗ്ലൂരുള്ള ഒരു അയ്യപ്പന്റെ അമ്പലത്തില്, പിന്നെ ഇവിടെ ശബരിമലയില്. അന്ന് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ മട്ടന്നൂരാണ് പോയി ചെയ്തത്. ഇത്രയും വർഷമായാലും എപ്പോഴും ഞാൻ എന്റെ ഭാര്യയും മക്കളും ഒക്കെ പറയുന്നതാണ്, ആലോചിച്ച് നോക്കൂ, ശബരിമല അയ്യപ്പൻ ഇതിലെ വന്ന് കയറിപ്പോയില്ല, എന്തൊരു മഹാഭാഗ്യാണ്, എന്തൊരു മഹാഭാഗ്യാണ്. അത് അന്നും ഇന്നും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അപ്പൊ ഇപ്പോഴും അതൊരു എന്താ പറയാ, നമ്മൾ കബളിപ്പിക്കപ്പെട്ട ഇപ്പൊ തോന്നുന്നുണ്ട്, ഒരിക്കലും ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു, അതിങ്ങനെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇപ്പൊ തോന്നുന്നു. അന്നത് തോന്നിച്ചില്ല. അന്നത് ഒരു മൂഢമായ ഒരു ഭക്തന്റെ മനസ്സങ്ങനെ ആയിപ്പോയി. എന്തെങ്കിലും ഇതിനകത്ത് കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അയ്യപ്പന്റെയൊക്കെ മുതല് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാല് അതിനകത്തൊരു 1 രൂപയുടെ ഒരു മോഷണമെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ശിക്ഷിക്കപ്പെടണം. അത് തീർച്ചയായിട്ടും അത് വരുമല്ലോ. നിങ്ങളെ പോലത്തെ ചാനലുകളും ഇവിടെ ബാക്കിയുള്ള നിയമങ്ങളും എല്ലാം എന്ത് കള്ളത്തരം ഉണ്ടെങ്കിലും പുറത്തു വരില്ല. അയ്യപ്പന്റെ അവിടെ 1 രൂപ അത് അങ്ങനെ വരാൻ പാടില്ലല്ലോ. അപ്പൊ അയ്യപ്പന്റെ നടയിൽ നിന്ന് ആരെങ്കിലും 1 രൂപ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ജീവിതകാലത്ത് ഗുണം പിടിക്കാൻ മാത്രമല്ല, അവൻ ഉറപ്പായിട്ട് അകത്ത് പോവും വേണം, തെറ്റാര് ചെയ്തിട്ടുണ്ടെങ്കിൽ. കേരളത്തിലുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ എന്ത് ചടങ്ങുണ്ടെങ്കിലും ആദ്യം വിളിക്കുക തന്നെയാ. എന്നെ കിട്ടിയില്ലെങ്കിലാണ് സുരേഷ് ഗോപിയെ വിളിക്കുക, എന്നെയാണ് ആദ്യം വിളിക്കുക. ആനയെ നടക്കിരുത്തല്, നട വിദ്യയില്, അല്ലെങ്കിൽ ഗോപുരം സമർപ്പണം, എല്ലാത്തിനും വിളിക്കാറുണ്ട്. നല്ല ഉദ്ദേശത്തോടുകൂടി അവർ വിളിക്കുന്നു. ഒരു നല്ല മനസ്സോടുകൂടി ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് പോയി ഞാൻ ചെയ്യുന്നു.